ഹലോ, നമസ്കാരം. വെൽക്കം ടു മെയ്സിയാസ് യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫ്ലൂവും വൈറൽ ഫീവറും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് 2025 കയറുമ്പോൾ ഒരു ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു 5-6 പോയിന്റ്സ് ഉണ്ട്. ഈ 6 പോയിന്റ്സും പുതിയതല്ല, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല, പക്ഷേ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇതിനൊരു ഹാബിറ്റായിട്ട് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ട്രാക്ക് ചെയ്യാമെന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യണം. ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പുതുമയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തൊക്കെയോ ഒന്ന് എൻ്റെ ഒരു ന്യൂ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം അല്ലേ. എനിക്കൊന്നും സാധിച്ചില്ല, എനിക്കത് പറ്റിയില്ല, എനിക്കിത് പറ്റിയില്ല, എനിക്കതിന് അതിന് കഴിയുമോ എന്നറിയില്ല, അങ്ങനെ കുറേ ആങ്സൈറ്റിയിലൂടെ, സങ്കടത്തിലൂടെ, വിഷമത്തിലൂടെ ഒക്കെ കടന്നു പോയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ വേണ്ടേ. അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് വെരി മച്ച് നോൺ ടു യു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. അതായത് നമുക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് എന്താ ഗുണം? നല്ല മാനസികാവസ്ഥ ഉണ്ടാവും അല്ലേ. സ്വാഭാവികമായിട്ടും നല്ല മാനസികാവസ്ഥ ഉള്ളവരുടെ ശാരീരികാവസ്ഥയും നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. നല്ല പേഴ്സണാലിറ്റി ആണെങ്കിൽ നല്ല മാനസികാവസ്ഥ, നല്ല ശാരീരികാവസ്ഥയാണെങ്കിൽ നല്ല മാനസികാവസ്ഥ, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ ബേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ്, ആവശ്യത്തിന് വെള്ളം നിങ്ങൾ കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ 75% വെള്ളമാണ്. നമ്മുടെ ശരീരത്തിലുള്ളത് 75% വെള്ളമാണ്. അപ്പം ഇതിൻ്റെ പുറമെയാണ് ഡെയിലി നമുക്കൊരു കണക്കുണ്ടാവണം. അത് നിങ്ങൾ എങ്ങനെ, ഇപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ എല്ലാ പോയിൻറ്റ്സും ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന, എനിക്ക് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ്, വളരെ റിസൾട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം എങ്ങനെ കുടിക്കണം അത് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഇടയ്ക്ക് ദാഹിക്കുമ്പോൾ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുക, ഇതൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ഞാൻ എങ്ങനെയാണ് അതിനെ കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ എനിക്ക് പറ്റും. ഞാനൊരു 3.5 ലിറ്റേഴ്സ് വാട്ടർ പെർ ഡേ കുടിക്കാൻ ശ്രമിക്കാറുണ്ട്, കുടിക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ ഒരു 1-2 മന്തായിട്ട് ഞാൻ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എനിക്ക് സാധിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കറക്റ്റായിട്ട് ഒരു ലിറ്ററിന് 3 കുപ്പി വെള്ളം ഞാൻ എടുത്ത് വെച്ചേക്കും. 3 കുപ്പി വെള്ളവും ഞാനൊരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അത് ഭക്ഷണത്തിന് കുറച്ച് സമയം മുമ്പ്, വർക്കൗട്ടിന് കുറച്ച് സമയം മുമ്പ്, വർക്കൗട്ടിന് ശേഷം, അങ്ങനെ നമ്മളത് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് പ്ലാൻ ചെയ്യുക. എങ്ങനെയാണെങ്കിലും ഈ 3-3.5 അല്ലെങ്കിൽ 2.5-3 ലിറ്റർ മിനിമം നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കണം. ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ ബെറ്റർമെൻറ്റ് മാത്രമല്ല, ഉത്കണ്ഠയുള്ള ആളുകളിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉത്കണ്ഠ കൂടുന്നത് നമ്മൾ കാണാറുണ്ട്. നമുക്കൊരു എനർജി ഫീൽ, ഡീഹൈഡ്രേറ്റഡ് ആവുക, നമുക്കൊന്നിനും സാധിക്കില്ല, നമ്മളിങ്ങനെ ചടഞ്ഞ് പിടിച്ച് ഭയങ്കര അവസ്ഥയിലിരിക്കുന്നതൊക്കെ നമുക്ക് വെള്ളം പ്രോപ്പറായിട്ട് ബോഡിയിൽ ഉണ്ടെങ്കിൽ ഒരു സ്ട്രെസ് ഫ്രീ ഫീലിംഗ് ഉണ്ട്, ഒരു കറക്റ്റ് ഫ്ലോ കിട്ടും നമുക്ക് ബോഡിക്ക്. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഒത്തിരി പോസിറ്റീവ് ആക്കും. നല്ല വ്യക്തിത്വം ഉണ്ടാവാൻ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ട്രൈ ദാറ്റ്. 2, ഈറ്റ് ഹെൽത്തി ഫുഡ് ആൻഡ് അവോയ്ഡ് ഫാസ്റ്റ് ഫുഡ്. ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയേ വേണ്ട എന്നല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്കൊരു റിലാക്സ്ഡ് ആവാനായിട്ട് മന്ത്ലി വൺസ് ഒക്കെ നമ്മളൊരു ഫാസ്റ്റ് ഫുഡ്, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിൽ തെറ്റെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ അല്ലാത്ത ദിവസങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണം ഹെൽത്തി ആണോ, ഒത്തിരി ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള, ഷുഗർ കണ്ടൻ്റുള്ള, ഇതൊക്കെ നമ്മളെ ഒത്തിരി നമ്മുടെ ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും എഫക്റ്റ് ചെയ്യുന്നതാണ്. ഒത്തിരി റെഡ് മീറ്റ് കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാർ, ഫ്രൈഡ് ഐറ്റംസ് കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ എഗ്രസീവായിട്ടുള്ള ഭയങ്കര ദേഷ്യവും ഭയങ്കര മെൻ്റൽ പ്രഷറും ഒക്കെ കാണാറുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ വെജീസ്, ഫ്രൂട്ട്സ്, നമുക്ക് മനസ്സിൻ്റെ അവസ്ഥ അത്ര ഓക്കെ അല്ല എന്ന് വിചാരിക്കുക. ഐ എം ഫീലിംഗ് വെരി സാഡ്, ഐ എം ഫീലിംഗ് വെരി ലോ, എനിക്കൊന്നിനും മൂഡിലിടോ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലിരിക്കെ, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് അത്ര ഓക്കെ അല്ലാതിരിക്കുന്ന സമയങ്ങളിൽ
പരമാവധി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങളുടെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഡൈജഷൻ പ്രോസസ്സിങ് പ്രോപ്പറായി വരുമ്പോൾ തന്നെ ആവശ്യത്തിന് ന്യൂട്രീഷൻസും ആവശ്യത്തിന് മിനറൽസും വൈറ്റമിൻസും ഒക്കെ നമ്മുടെ ബോഡിക്ക് കിട്ടുമ്പോൾ കുറേയൊക്കെ നമുക്ക് സ്വയം അതിനെ മാനേജ് ചെയ്യാനും പ്രതിരോധിക്കാനും സാധിക്കും. അപ്പോൾ ഹെൽത്തി ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വ്യക്തിത്വം നമ്മൾ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ നല്ല ആഹാരവും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി തേർഡ് എക്സസൈസാണ്. അതായത് ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോയി 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. നടക്കുമോ? എല്ലാവർക്കും നടക്കുമോ? നടക്കുന്നവരുണ്ട്. ഐ റിയലി അപ്രിഷിയേറ്റ് ദം, ഐ റിയലി അഡ്മയർ ദം. പക്ഷെ എന്നെ പോലുള്ള ആൾക്കാർക്ക് നടക്കാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് നമ്മൾ എക്യുപ്ഡ് ആണ് നമ്മുടെ പകൽ സമയം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, വീട്ടമ്മമാരാണെങ്കിലും മക്കളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമയമില്ല. സോ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 20 minutes a day ഓർ 20 to 30 minutes a day ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടൊരു മൂവ്മെൻറ്റ് കൊടുത്തിരിക്കും. മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നടക്കാം. ഇനി നടക്കാൻ പുറത്ത് പോകാൻ ഫ്ലാറ്റ് ലൈഫൊക്കെ ഉള്ള ആളുകൾക്ക് പുറത്ത് നടക്കാനും മുറ്റത്ത് നടക്കാനും റോട്ടിൽ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്കൊരു പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യാം, സൂംബ വെച്ചിട്ട് ഡാൻസ് ചെയ്യാം, സൂംബ ഡാൻസ് ചെയ്യാം. അല്ലെങ്കിൽ മിനിമൽ ലെവലിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഗൂഗിളിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഒത്തിരി സ്ട്രെച്ചിങ് എക്സസൈസസ് ഉണ്ട്. എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നമ്മൾ ബോഡിക്ക് കൊടുക്കുക. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും എക്സസൈസ് ക്യാൻ ഹെൽപ്പ് യു. ഇനി എക്സസൈസ് നിങ്ങളുടെ ബോഡിയിലെ എക്സസ് ഫാറ്റിനെ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ എക്സസൈസ് നിങ്ങളുടെ മനസ്സിൻ്റെ നെഗറ്റിവിറ്റിയെ ശരിക്കും അത് ഫിൽട്ടർ ചെയ്ത് കളയും. അത് ഭയങ്കര റിസൾട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ഒരു 1 week ട്രൈ ചെയ്യും. 1 week നിങ്ങൾ ട്രൈ ചെയ്യൂ. 20 minutes മതി. 20 minutes എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഒരു സമയവും അല്ലടോ. നമ്മൾ ചടഞ്ഞുകൂടിയിരിക്കുന്ന, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന, ഭർത്താവിൻ്റെ വിഷമങ്ങൾ ആലോചിച്ചിരിക്കുന്ന, നമ്മളോടുള്ള ദേഷ്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. യു ഹാവ് ടു ഡു ദിസ്. ഇനി 4 നല്ല പുസ്തകങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഈ പുസ്തകങ്ങൾ ഭയങ്കര വേൾഡ് ഫേമസ് ഓതേഴ്സിൻ്റെ അങ്ങനെയൊന്നും വേണമെന്നില്ല. നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടുന്ന, മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ആ സെലക്ട് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് സെലക്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ഭയങ്കര ഇപ്പം നോവൽസ്, സ്റ്റോറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള സാധനങ്ങളെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ റീഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ബ്രെയിനിനെ നമ്മൾ എന്ത് ഫീഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ബുക്സ് വായിക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതഗ്രന്ഥം വായിക്കാം, അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദാറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്. പക്ഷേ ചില ആളുകൾക്ക് അത് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അതിനേക്കാൾ സന്തോഷം കിട്ടുന്ന മറ്റു പലതായിരിക്കാം. സോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ വായിക്കാൻ ഇഷ്ടം അത് വായിക്കുമ്പോൾ നിങ്ങളെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നിങ്ങളുടെ മടി കൂട്ടുന്ന, നിങ്ങളെ നെഗറ്റിവിറ്റി കൂട്ടുന്ന, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന, സ്ട്രെസ് ഔട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിക്കരുത്. പകരം നിങ്ങളെ ഹാപ്പി ആക്കുന്ന, നിങ്ങളെ എനർജറ്റിക് ആക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ബുക്സ് നിങ്ങൾക്ക് വായിക്കാം. ഇനി ബുക്സ് വായിക്കാൻ, കണ്ടുപിടിക്കാൻ, പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ പല ചാനലുകൾ, ഇൻസ്റ്റഗ്രാമിലെ പല പേജുകൾ, നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഇൻഫർമേഷൻ കിട്ടുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു 20 അതായത് ഒരു ദിവസം ഒരു 5 to 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes മാത്രം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അത് ഇൻറ്റൻഷനലി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. എപ്പോഴും നമ്മൾ റീൽസ് നോക്കിയിരിക്കും, നമ്മൾ യൂട്യൂബ് നോക്കിയിരിക്കും എന്ന് പറയുന്ന രീതിയല്ല കേട്ടോ ഞാൻ പറയണത്. ഇത് ഇൻറ്റൻഷനലി, ഓക്കെ, ദിസ് ഇസ് എ 10 minutes ബ്രെയിൻ ഫീഡിങ് ടൈം. ബ്രെയിനിനെ എനിക്ക് ഫീഡ് ചെയ്യണം, പോസിറ്റീവ്സ് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക, പരിഹാര മാർഗ്ഗങ്ങൾ, ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. നെക്സ്റ്റ് 5ാമത്തത് മെഡിറ്റേറ്റ് ചെയ്യുക ഡെയിലി. മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാനാ, എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല, പിള്ളേരുടെ ബഹളം, ജോലി, വീട്ടിലെ ജോലി, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അപ്പടി ഇപ്പടിയല്ലേ. നമുക്ക് റീസൺസ് പറയാനാണോ പ്രശ്നം? ഇഷ്ടം പോലെ റീസൺസ് നമ്മൾ പറയും. നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കിച്ചണിൽ നിന്ന് ചെയ്യല്ലേ, നിങ്ങൾ ജോലിയിലാണെങ്കിൽ, നിങ്ങൾ എന്ത് അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും
ഒരു 5 മിനിറ്റ് കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധ കൊടുക്കുക, നമ്മളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക, നമ്മളെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അങ്ങനെ പറ്റുന്ന ഒരു 5 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചൊന്ന് ഇരുന്നാൽ തന്നെ ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. യു ആർ നോട്ട് സപ്പോസ് ടു ഡു എനിത്തിങ്, ഒന്നും ചെയ്യണ്ട. കണ്ണടച്ച് നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തൊന്നിരുന്നാൽ തന്നെ മെഡിറ്റേറ്റഡ് ആയി നിങ്ങൾ, മെഡിറ്റേഷൻ ചെയ്യുന്നതായി നിങ്ങൾ കേട്ടോ. ഇത് നിങ്ങളുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ, അഗ്രഷൻ, നിങ്ങളുടെ എല്ലാ ഇമോഷണൽ ഇംബാലൻസുകളെയും മാനേജ് ചെയ്യാനും നമുക്കൊരു ഹോപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വിഷ്, അല്ലെങ്കിൽ ഒരു എന്താ പറയണേ, മുന്നിലേക്ക് നോക്കുമ്പം നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു മെൻ്റൽ സ്റ്റേറ്റസിലേക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടും. നമുക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട് മെഡിറ്റേഷന്. ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് ചെയ്തല്ലേ പറ്റുള്ളൂ. സോ മെഡിറ്റേറ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓടി ഈ ലൈഫ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് അല്ലേ? നമുക്ക് വേണ്ടി നമ്മൾ 5 മിനിറ്റ് മാറ്റി വെക്കണം. 6ാമത്തെ പോയിന്റ്, ഒരു 6 to 7 hours, 8 hours നമ്മൾ പറയാം, വേണ്ട, 6 to 7 hours നിങ്ങളൊരു ദിവസം ഉറങ്ങിയിരിക്കണം. ഉറങ്ങാൻ നിങ്ങൾ ആ ടൈം കണ്ടെത്തിയിരിക്കണം. ഇനി ഉറങ്ങുന്നതിനൊരു 1/2 hour മുൻപ് മുതൽ നിങ്ങൾ ഫോൺ മാറ്റി വയ്ക്കുക. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് മൊബൈലിൻ്റെ റേഡിയേഷനൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ വഴക്കോ പ്രശ്നങ്ങളോ ഹസ്ബൻഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളായിട്ടുണ്ടെങ്കിൽ പരമാവധി ഇത് സോൾവ് ചെയ്തിട്ട് കിടക്കാൻ നോക്കുക. നല്ല സംസാരങ്ങൾ, നല്ല പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങൾ, നിങ്ങളെപ്പറ്റി നല്ല വിഷ്വലൈസേഷൻസ്, നിങ്ങളെപ്പറ്റി നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ നല്ല ഗോൾസിനെ പറ്റി ചിന്തിക്കുക, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ട് മെല്ലെ നിങ്ങൾ ഉറങ്ങാൻ നോക്കുക. ഇനി ഈ 6 കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ 6 കാര്യങ്ങളും നിങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് നിങ്ങൾക്ക് സ്വയം അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പേപ്പറിൽ, ഒരു ബുക്കിൽ, ഒരു പേപ്പറിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് കോളം ഹെഡിങ്സ് ആയിട്ട് കൊടുക്കുക. റോസിൽ നിങ്ങൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളും ജസ്റ്റ് ഒരു കീവേഡ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു കീവേഡ് നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ടിക്കിട്ട് പോവുക. ഏറ്റവും കൂടുതൽ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യം നെക്സ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യണം. അങ്ങനെ ഈ ഒരു 6 കാര്യം നിങ്ങളൊരു 2 വീക്സിലേക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ യെസ് ചെയ്താൽ, ഒരു 15 കമൻറ്റിൽ എനിക്ക് യെസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ പ്രോഗ്രസ്, ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നല്ല വ്യക്തിത്വം ആകുക എന്ന് മാത്രമല്ല എൻ്റെ ഉദ്ദേശം, നിങ്ങളുടെ ലൈഫിനെ ഒന്ന് അഴിച്ചു പണിത് ഒരു പുതിയ വേർഷൻ ഓഫ് യു 2025ലേക്ക് നിങ്ങളെ ഒരുക്കിയെടുക്കലും കൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. സോ 15 പേര് എനിക്കൊരു യെസ് കമൻറ്റ് ചെയ്താൽ, അതായത് ഐ ക്യാൻ ഡു ദിസ് എന്ന് കമൻറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഐ വിൽ റിപ്ലൈ യു വിത്ത് എ വെരി നൈസ് ആൻഡ് പ്രോമിസിങ് വീഡിയോ. ഓക്കെ, താങ്ക് യു.